എല്ലാവർക്കും നമസ്കാരം. ആരാധനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ആശംസകൾ നേരുന്നു. പിന്നെ ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ്, അതായത് എത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. വളരെ ചുരുക്കിയാണ് കാര്യങ്ങൾ പറയുന്നത്, അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ശ്രീകൃഷ്ണ ജന്മാഷ്ടമി എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ ജനനത്തെ നമ്മൾ അതാണ് അനുസ്മരിക്കുന്ന ഒരു ദിനമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി. അതേപോലെ തന്നെ അഷ്ടമിരോഹിണി എന്നും ഗോകുലാഷ്ടമി എന്നും അങ്ങനെയൊക്കെയാണ് നമ്മൾ അങ്ങനെ അറിയപ്പെടുന്നത്, വിവിധ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ദിവസം വ്രതം ആചരിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അപ്പോൾ 3 തരത്തിൽ നമുക്ക് വ്രതം ആചരിക്കാൻ പറ്റും, വ്രതം അനുഷ്ഠിക്കാൻ പറ്റും. എന്തൊക്കെയാണെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതേപോലെ തന്നെ എന്തൊക്കെ നമ്മൾ തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്നും ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നിർജ്ജല ഉപവാസം എന്നാണ്. നിർജ്ജല ഉപവാസം എന്ന ഏറ്റവും കഠിനമായിട്ടുള്ളൊരു ഉപവാസമാണ്. വെള്ളം പോലും, നിർജ്ജലം എന്ന് വെച്ചാൽ വെള്ളം പോലും ഇല്ലാതെ, വെള്ളവും ഒരു ഭക്ഷണവും ഇല്ലാതെ ഉപവാസം അനുഷ്ഠിക്കുന്നതാണ് നിർജ്ജല ഉപവാസം എന്ന് പറയുന്നത്. അപ്പോൾ അത് അതികഠിനമായിട്ടുള്ളതാണ്, അതേപോലെ തന്നെ അതിൻ്റെ ഫലവും കൂടുതലാണ്. പക്ഷേ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വ്രതം അനുഷ്ഠിക്കരുത്. ഒരു റിക്വസ്റ്റാണ്. അപ്പോൾ ഭഗവാൻ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാൽ തന്നെ എല്ലാ അനുഗ്രഹവും നമുക്ക് ഭഗവാൻ തരും. അതുകൊണ്ട് എന്തെങ്കിലും അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ ദയവേത് ആ ഒരു വ്രതം എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. രണ്ടാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പഴവർഗ്ഗങ്ങളും പാലും കഴിച്ച് എടുക്കുന്ന ഒരു വ്രതമാണ് രണ്ടാമതുള്ളത്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം പാല് നമുക്ക് കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ജ്യൂസ് പോലെ, ജ്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങുന്നതൊന്നുമല്ല ഞാൻ പറയുന്നത്, നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ പഴങ്ങളെല്ലാം കഴിച്ച് നമുക്കൊരു വ്രതമായിട്ട് അനുഷ്ഠിക്കാവുന്നതാണ്. അതാണ് രണ്ടാമത്തെ വ്രതം. അത് കുറേ പേർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരും അതേപോലെ തന്നെ കൊച്ചു കുട്ടികൾക്ക് പാല് കൊടുക്കുന്നവരും അതുപോലെ തന്നെ ഒരുപാട് വയസ്സായവരൊന്നും കഴിയുന്നതും ഈ വ്രതം ചെയ്യരുത്. കാരണം അവർക്ക് എപ്പോൾ വയ്യാതാവും എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. മൂന്നാമത്തേത് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്രതമാണ്. എന്താണെന്ന് വെച്ചാൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കുക, അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ്സ് ഒഴിവാക്കി, അതേപോലെ തന്നെ വെളുത്തുള്ളി, ഉള്ളി എന്നീ കാര്യങ്ങളും ഒഴിവാക്കി കഴിയുന്നതും ഒരു നേരം അരി ആഹാരം കഴിച്ച് ഇരിക്കുന്ന വ്രതമാണ് ഒരു മൂന്നാമത്തെ വ്രതം. അത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഉച്ചയ്ക്ക് ഒരു നേരം നമുക്ക് ചോറ് കഴിച്ച് ബാക്കി 2 നേരം ഗോതമ്പോ അല്ലെങ്കിൽ പഴങ്ങളോ അങ്ങനെയൊക്കെ കഴിച്ചിരിക്കുക. അതേപോലെ തന്നെ മത്സ്യമാംസങ്ങൾ എല്ലാം ഉപേക്ഷിച്ച്, മുട്ടയായാലും എല്ലാം ഉപേക്ഷിച്ച് നല്ലൊരു രീതിയിൽ തന്നെ, അതേപോലെ രാവിലെ കുളിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കുക. അതൊക്കെയാണ് നമുക്ക് മൂന്നാമത്തെ രീതിയായിട്ട് പറയുന്നത്. പിന്നെ ഏത് വ്രതമായാലും അനുഷ്ഠിക്കേണ്ട രീതിയിൽ മെയിനായിട്ട് ചെയ്യേണ്ടത് കുളിച്ച് രാവിലെ ശരീരശുദ്ധി വരുത്തിയ ശേഷം മാത്രമേ വ്രതം നമുക്ക് അനുഷ്ഠിക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ കൃഷ്ണൻ്റെ ചെറിയൊരു വിഗ്രഹം, അതായത് ഉണ്ണിക്കണ്ണൻ്റെ രൂപം വീട്ടിലുണ്ടെങ്കിൽ അവിടെ നമുക്ക് തുളസിയിലേക്ക് അർപ്പിക്കുന്നതും പൂജ ചെയ്യുന്നതും നല്ലതാണ്. വീട്ടിൽ പാൽപ്പായസം അല്ലെങ്കിൽ അവിൽ നനച്ചതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ഞങ്ങളിവിടെ നെയ്യപ്പം കൂടെ ഉണ്ടാക്കാറുണ്ട്. പാൽപ്പായസം അവലിൻ്റെ ഒപ്പം നെയ്യപ്പം, അതേപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സൗകര്യം പോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത മെയിനായിട്ടുള്ളൊരു കാര്യം കഴിവതും മത്സ്യമാംസ ഫുഡും അതേപോലെ തന്നെ മദ്യപാനവും പുകവലി കാര്യങ്ങളൊക്കെ നാളെ ഒരു ദിവസമെങ്കിലും ഒഴിവാക്കുന്നത്, എപ്പോഴും ഒഴിവാക്കുന്നത് നല്ലതാണ്, പക്ഷെ നാളെ ഒരു ദിവസമെങ്കിലും ഒഴിവാക്കുന്നത് വളരെ നന്നായിരിക്കും. ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞു കണ്ണനോ കുഞ്ഞു രാധയോ നമ്മളെല്ലാവരും ഒരുക്കുമല്ലോ അല്ലേ. അപ്പോൾ അവരുടെ ഫോട്ടോസും വീഡിയോസും എനിക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിലും അവരുടെ ഫോട്ടോസോ വീഡിയോസോ നമുക്ക് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഉറപ്പായിട്ടും എത്ര വന്നാലും അത്രയും നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഇൻസ്റ്റാ ID തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് അയച്ചു തരാം. ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യൂ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്ത് മറക്കരുത്. ബൈ.